ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാക്കുകയാണ്. ശശികല ടീച്ചർ, ഈ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ആരൊക്കെയാണ് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത കാലത്ത് ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്നത് നമ്മുടെ രാഷ്ട്രം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPI ആണ്. ഇതാ മുസ്ലിം ലീഗ് ഈ മലപ്പുറം എന്ന രീതിയിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയുടെ സ്ഥാപനത്തിന് വേണ്ടി EMSനെ കൊണ്ട് വലിയ തോതിൽ പ്രഷർ ചെയ്യിപ്പിച്ച അതേ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ മലപ്പുറത്തെ വിഭജിച്ചുകൊണ്ട് തിരൂർ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല എന്നാവശ്യപ്പെട്ട് അവരുടെ MLA മാർ തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ടീച്ചർ, ഇവിടെ ഭരണ സൗകര്യത്തിന് വേണ്ടി ഒരു ജില്ല വിഭജിക്കുന്നതിന് നമുക്കാർക്കും എതിർക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അത് ആവശ്യപ്പെടുകയും അത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല മലപ്പുറം അല്ല. അപ്പോ അങ്ങനെ മലപ്പുറം വിഭജിക്കണം എന്നുള്ളത് അത് 1946-47 കാലഘട്ടത്തിലെ ഇന്ത്യ വിഭജനം പോലെയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ രൂപീകരണം പോലെ തന്നെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. 1905 ഈ പറഞ്ഞ പോലെ തന്നെ ഭരണ സൗകര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബംഗാളിനെ വിഭജിച്ചത്. ആ വിഭജനത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം. ആ വിഭജനത്തിന്റെ മുറിവുകൾ ശരിക്കും അന്നത് കൂട്ടിച്ചേർക്കാൻ സാധിച്ചുവെങ്കിലും അതാണ് 47 വിഭജനത്തിൽ ഇന്ത്യ പാക് വിഭജനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത് അന്നത്തെ ബംഗാൾ വിഭജനം ഇട്ട വിത്തുകളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ മലപ്പുറം ജില്ല വെറും ഒരു ജില്ല വേണം എന്ന ഒരു താല്പര്യത്തിലല്ല. കാരണം ആ ജില്ല രൂപീകരിച്ച സ്ഥലങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. എവിടെയൊക്കെയാണോ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് അത്തരം സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മുസ്ലിം ജില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അന്ന് അവർക്ക് ആ പേരിടാൻ. കാരണം 46-47 കാലഘട്ടത്തിലെ പാകിസ്ഥാൻ വാദികളുടെ ഭൂപടത്തിൽ മാപ്പിളസ്ഥാൻ എന്നായിരുന്നു നമ്മൾ ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നത്. അവർക്ക് മാപ്പിളസ്ഥാൻ എന്നിടാൻ അന്നത്തെ ഒരു സാഹചര്യം അനുകൂലമല്ല എന്നതുകൊണ്ട് മാത്രം മലപ്പുറം എന്ന പേരിൽ ആ ജില്ല വന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പോ മലപ്പുറം വിഭജിച്ച് തിരൂര് വേണം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരനാകട്ടെ, അവന്റെ രാഷ്ട്രീയ മുഖമാകട്ടെ, SDPI ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, അവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കോൺഗ്രസ് ആകാം, മാർക്സിസ്റ്റ് പാർട്ടി ആകാം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നല്ല ഇത്തരം ആവശ്യം വരുന്നത്. മറിച്ച് പോപ്പുലർ ഫ്രണ്ട്, SDPI, മുസ്ലിം ലീഗ് തുടങ്ങിയവർ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ പറ്റി നല്ല സംശയമുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, അരുതാത്തൊരു കാര്യം നടന്നാൽ അത് മലപ്പുറം ജില്ലയാണ് എന്ന് എഴുതാൻ മാധ്യമപ്രവർത്തകർക്ക് ഭയമാണ് പറയാൻ. അപ്പൊ പാലക്കാടിന് അടുത്ത ജില്ല, കോഴിക്കോടിന് അടുത്ത ജില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പേര് പോലും പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഭയക്കുന്നു. കാരണം അവര് മറ്റൊരു ജോസഫ് മാഷ് ആകുമോ എന്ന ഭയം, കയ്യും കാലും ഉണ്ടെങ്കിലല്ലേ നാളെ എഴുതാനും നടക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റൊരു ജോസഫ് മാഷ് ആകുമോ എന്ന് ഭയന്ന് അരുതാത്ത കാര്യം, അത് കള്ളക്കടത്താകാം, അത് മദർസാ പീഡനമാകാം, അത് എന്തുമാകാം, അത് നടന്നു കഴിഞ്ഞാൽ ആ ജില്ലയുടെ പേര് പറയാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ആ ജില്ലയിൽ എന്ത് നടക്കണം എന്നുള്ളത് പൊതുവെ കേരളം മുഴുവൻ ഇപ്പൊ അങ്ങനെയായി പോയിട്ടുണ്ട്. പാണക്കാടോ സമസ്തയോ ഒക്കെ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം, കളക്ടർ ആരാകണം അല്ലെങ്കിൽ ബാക്കിയൊക്കെ കാര്യങ്ങൾ ആരാകണം തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിയമസഭാ സീറ്റുകളെ സംബന്ധിച്ചൊക്കെ അവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാർ അപ്രസക്തമാണ്. അങ്ങനെ ഒരു ജില്ല കൂടി ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. അല്ലാതെ ഭരണ സൗകര്യത്തിന് വേണ്ടി മലപ്പുറത്തെ അത്രമാത്രം ഭരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ ജില്ലയൊന്നുമല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല മലപ്പുറവും അല്ല. അപ്പൊ ഏറ്റവും വലിയ ജില്ലയല്ലേ. കാരണം ഇന്നത്തെ കാലത്ത് ഭൂമിശാസ്ത്രപരമായി എത്തിച്ചേരാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല, അല്ലാതെ ആളെണ്ണം നോക്കിയാണോ ജില്ല വിഭജിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വിഭജിച്ചുണ്ടാക്കേണ്ട ജില്ല മലപ്പുറം അല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട്, ആ പാലക്കാടിന്റെ ഭാഗങ്ങളിൽ മലപ്പുറത്തിന് ഏതെങ്കിലും ഭാഗങ്ങൾ അധികം ഉണ്ടെങ്കിൽ അത് കൂട്ടി ആ രൂപത്തിൽ വലിയ ജില്ല വിഭജിച്ച് കഴിഞ്ഞിട്ടല്ലേ ബാക്കി ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ടുള്ളൂ. അപ്പൊ ഇത് നാളേക്ക് ഇന്ത്യ വിഭജിക്കണം എന്ന ഒരു തലത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കാനാണ്. എത്ര ചെറിയ സ്ഥലം കിട്ടിയാലും അതിനെ ഒരു മാപ്പിള രാജ്യമാക്കി മാറ്റുക, മുസ്ലിം രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ഭാഗങ്ങൾ അവർക്ക് 1946-47 നടത്താൻ സാധിക്കാത്ത മാപ്പിളസ്ഥാൻ അത് മറ്റൊരു രാജ്യമാക്കി തന്നെ വിഭജിച്ചു പോകും. കട്ടിംഗ് സൗത്തിന്റെ ഒക്കെ പിന്നിൽ ഇറങ്ങുന്ന പണം, അതിന്റെ ബുദ്ധി കേന്ദ്രം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും രാജ്യസ്നേഹികൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയാൻ. ടീച്ചർ, ഒപ്പം ഈ മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവം അത് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവമാണ്. കാരണം നമുക്കറിയാമല്ലോ, ലീഗ് ഈ രണ്ട് മുന്നണികളിലും മാറി മാറി കളിക്കുന്ന ഒന്നാണ്. മുൻപ് EMSന്റെ ഒക്കെ കാലത്ത് അവർ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു. ആ കാലത്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ജില്ല EMS തന്നെ വിട്ടു നൽകുന്നത്. അതിനുശേഷം പിന്നീട് അവർ UDFിലെത്തി. അപ്പം ഇവിടുത്തെ പ്രബലമായ മുന്നണികൾ മതേതരത്വ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. ആ ലീഗാണ് SDPIയുടെ ആവശ്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യം, അതായത് മത അടിസ്ഥാനത്തിലുള്ള താലൂക്കുകൾ, മത അടിസ്ഥാനത്തിലുള്ള ജില്ലകൾ, ഇത്തരം സങ്കല്പങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും. കാരണം രാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു നൈതികത അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മര്യാദ അത് ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് ആവശ്യമില്ല. കാരണം അവര് രാഷ്ട്രീയ പാർട്ടിയല്ല, അവര് വെറും ഒരു മതസംഘടനയാണ്. കുറച്ച് കടത്തി പറഞ്ഞാൽ വഴിവിട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ ഒരവസ്ഥയാണ്.
കാരണം അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് ആരുടെ കൂടെ കൂടിയാലും അവരുടെ കാര്യങ്ങൾ നടക്കണം. ആരാണോ കൂടുതൽ അവർക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ആരാണോ അവർക്ക് ഭൂമി എഴുതി കൊടുക്കുക, ആരാണോ അവർക്ക് സമ്പത്ത് കൊടുക്കുക, അവരോടൊപ്പം നിൽക്കാൻ അത്തരം സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആ സ്ത്രീകൾക്ക് തുല്യമായ, അവരുടെ ആ മനോഭാവത്തിന് തുല്യമായ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് നാളിതുവരെ കാണിച്ചിരിക്കുന്നത്. കാരണം ആരുടെ കൂടെ നിന്നാലാണോ അവരുടെ കാര്യങ്ങൾ നടക്കുക, അങ്ങനെ നിന്നാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഇതുവരെ നേടിയെടുത്തത്. 1921 മാപ്പിള ലഹളയ്ക്ക് ശേഷം ഏറനാട് വള്ളുവനാട് താലൂക്കിന്റെ ഭാഗങ്ങളില് മുസ്ലിം പള്ളികൾ ഉണ്ടാകാൻ വിലക്കുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വിലക്ക് നീക്കി കൊടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണും കറാശം കാട്ടി, അല്ലെങ്കിൽ ഒരു പക്ഷേ ചില്ലി വിളയാട്ടം കൊണ്ട് മുസ്ലിം ലീഗ് EMSന്റെ കൂടെ നിന്ന് അന്നാണ് അത്തരത്തിലുള്ള നിരോധനം നീക്കിയെടുത്തത്. ഇന്നും ബ്രാഹ്മണത്തോട് ഭാഗത്തുള്ള പള്ളി ചിലരറിയപ്പെടുന്ന EMS പള്ളി എന്നാണ്. കാരണം അത്തരത്തിൽ ആദ്യം ഉണ്ടാക്കിയ പള്ളി അതാണ്. ഇവിടെ മുസ്ലിം പള്ളികൾ ഉണ്ടാക്കാൻ വിലക്ക് 1921 മുതൽ നിലനിന്നിരുന്നു. അത് EMS മന്ത്രിസഭയാണ് നീക്കിക്കൊടുത്തത്. അതിന് കാണിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ മുസ്ലിം ലീഗിന്റെ കണ്ണും പിടിയും കാട്ടലിലാണ് അത് നടന്നത്. അവിടുന്ന് ഇങ്ങോട്ട് മാപ്പിള സ്കൂളുകൾ അനുവദിച്ചതാകട്ടെ, മാപ്പിള ടൈം ടേബിൾ അനുസരിച്ച് സ്കൂളുകൾ പ്രവർത്തിക്കുന്നതാകട്ടെ, വെള്ളിയാഴ്ചത്തെ പ്രത്യേക ടൈം ടേബിൾ ആകട്ടെ, അറബി ഭാഷാ പഠനമാകട്ടെ, മലപ്പുറം ജില്ലയാകട്ടെ, അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ സമ്പത്തും ഒരു സർക്കാരിന്റെ സംവിധാനവും മുഴുവൻ അവർക്ക് മുന്നിൽ നിന്ന് ഏത്തമിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഏത്ത വെടിയിപ്പിച്ചത് തരാതരം പോലെ രണ്ട് മുന്നണിയിലും ചെന്ന് ഈ പറഞ്ഞ പോലെ കണ്ണും പിടിയും കാട്ടിയാണ് അവരെല്ലാം നേടിയെടുത്തത്. അവരുടെ രാഷ്ട്രീയ നൈതികത എന്നൊന്ന് മുസ്ലിം ലീഗുമായി ഒരിക്കലും ചേർത്ത് പറയരുത്. അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇതൊക്കെ മോശമല്ലേ എന്ന് തോന്നുള്ളൂ. അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവർ 1906 ഉണ്ടാക്കിയ അതേ മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജിക്കുക അല്ലെങ്കിൽ മതാധിപത്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ 1906 രൂപീകരിക്കപ്പെട്ട അതേ മുസ്ലിം ലീഗ് തന്നെയാണ് ഈ മുസ്ലിം ലീഗും. ഇന്ത്യ വിഭജിച്ചതുകൊണ്ട് പേരിൽ ചെറിയ മാറ്റം വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ.